ഹലോ നമസ്കാരം, സിമ്പിൾ ടേസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നാളെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഒരുപാട് നാളായി. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് ടാനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അടിച്ച ടാനാട്ടോ. പിന്നെ എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ ശരിക്കും കണ്ടിന്യൂസ് നമ്മൾ അന്നേരം ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം അതൊരു ഇങ്ങനെ ഭയങ്കരമായിട്ടും കൈയൊക്കെ ഇങ്ങനെ ഇതുപോലെ വൃത്തികേടാവില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. സ്കിന്നൊക്കെ വല്ലാതെ അങ്ങ് ഡള്ളായി. ഇവിടെ കുറേ പിമ്പിൾസൊക്കെ വന്നതിൻ്റെ മാർക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. ഒരുപാട് നാളായി. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാക്ക് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഓറഞ്ചാണ്. ഇപ്പോൾ ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഉറപ്പായിട്ട് ഓറഞ്ചൊക്കെ ഉണ്ടാവും. ഇനി അഥവാ ഓറഞ്ച് കിട്ടുന്ന സമയത്താണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പാക്കാണ് കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓറഞ്ച് ജ്യൂസാണ് ആദ്യം തന്നെ എടുക്കുന്നത്. ഈ ഓറഞ്ച് ജ്യൂസിൽ വിറ്റമിൻ സിയും വിറ്റമിൻ എയും ഒക്കെ ഒരുപാട് അങ്ങനത്തെ ആൻറ്റി ഓക്സിഡൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തായിട്ട് ഇതിനകത്ത് ചെറുപയർ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറുപയർ പൊടി നമുക്ക് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറുപയറില്ലേ അത് ഉണക്കി പൊടിച്ചെടുത്താലും മതി കേട്ടോ. അത് കുറച്ച് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പാക്കായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണിൻ്റെ അടുത്താണ് ഞാൻ ഇതിനകത്ത് ചെറുപയർ പൊടി ആഡ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 2 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മതി കേട്ടോ. ഇനി ബോയ്സൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. കടലമാവ് ഞാനൊരു 3 ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കതൊരു ഗ്രേവി ആ ഒരു രൂപത്തിലില്ലേ, എന്താ പറയുക, ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ആ ഒരു രീതിയിൽ വരണ്ട, എങ്കിൽ ഒരല്പം ലൂസായിട്ട് കിട്ടണം. ആ ഒരു രീതി വരുന്നോടെ വരെ അത്രയും രീതിയിൽ നമുക്ക് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കടലമാവ് കേട്ടോ. അപ്പോൾ കടലമാവ് അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രൂ ആണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, അതിൻ്റെ പകുതി ഞാൻ ചേർക്കുന്നുണ്ട്. പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ അത് മുഴുവനായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം കട്ടയൊക്കെ ഉണ്ടാവും, അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപേണ ആക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കായി പോകണ്ട. ഒരുപാട് തിക്കായി പോയാൽ അത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി. ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ അന്നേരം തന്നെ ലൈവ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വോയിസ് അങ്ങ് റെക്കോർഡായില്ല കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, മൈക്കിൻ്റെ മിസ്റ്റേക്കാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വീഡിയോ എന്തായാലും റെക്കോർഡായി. അപ്പം വോയിസ് റെക്കോർഡ് ആവാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് പറയേണ്ടി വന്നത്. അപ്പം ഞാൻ അതിനകത്ത് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം ഇനി അഥവാ നിങ്ങൾക്ക് എന്താ പറയുക, കടലമാവ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുള്ളവരാണെങ്കിൽ ഈ കടലമാവ് അവോയ്ഡ് ചെയ്തിട്ട് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ നമ്മുടെ ബ്രൂ ഉണ്ടല്ലോ, ബ്രൂവും പിന്നെ നമ്മുടെ ഓറഞ്ച് നീരും ചെറുപയർ പൊടിയും, ഇത് 3ഉം ഉറപ്പായിട്ട് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ ഭയങ്കര തിക്കായിട്ട് എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകില്ലേ. ഡ്രൈ ആയി നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ അതങ്ങ് പെട്ടെന്ന് ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആവരുത്. ഒരു 20-30 മിനിറ്റോളം നമുക്ക് നമ്മുടെ സ്കിന്നിൽ അത് ഇരിക്കണം. അപ്പം നമുക്ക് അത്രയും ഇരിക്കണമെങ്കിൽ കുറച്ച് ലൂസ് രീതിയിൽ നമ്മളതിങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മളത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ആ ചാറും ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകും. അന്നേരമാണ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടുക. അതിനുശേഷം നമുക്കിതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് അന്നേരം ബ്രഷ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് അപ്ലൈ ചെയ്തത്. അപ്പം കൈകൊണ്ട് ഇത്രയും ലൂസായിട്ടുള്ളതായതുകൊണ്ട് കൈകൊണ്ട് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്രഷാണ് കുറച്ചുകൂടി ഈസി. അതുപോലെ തന്നെ നമ്മളിത് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിലാണ് അത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് കുറച്ച് ബെനിഫിറ്റേ അതിൽ നിന്ന് കിട്ടുള്ളൂ. നമ്മൾ മാക്സിമം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വേണം. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യുകയും വേണം. പെട്ടെന്ന് തന്നെ അത് കഴുകി കളയുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ ആ മേളിലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി.
ഞാൻ അതുപോലെ തന്നെ ഒരു കയ്യിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കയ്യിലൊക്കെ അപ്ലൈ ചെയ്തു. അതിന് ശേഷം അതൊരു 30 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ അത് കാണുന്നത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടോ, നന്നായിട്ട് വലിഞ്ഞ് മുറുകി വരുന്ന ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ നിൽക്കണ്ട. അന്നേരത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ചുളിയാൻ തുടങ്ങും. അതുകൊണ്ട് അത്രയും ആ ഒരു സിറ്റുവേഷൻ വരെ നിൽക്കണ്ട. അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എന്നാൽ ഡ്രൈ ആയി എന്നാൽ വലിഞ്ഞ് മുറുകിയിട്ടില്ല ആ ഒരു രീതി, അത്രയും ആ ഒരു രീതിയിൽ ആ സമയമാകുമ്പം തന്നെ നമ്മളതങ്ങ് വാഷ് ചെയ്ത് കളയണം. അപ്പം നമ്മളിതല്ലാതെ വാഷ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തോണ്ട് വേണമെങ്കിൽ നമുക്കിത് വാഷ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അന്നേരം മസാജ് കൊടുക്കുന്നില്ല, ജസ്റ്റ് അത് തുടച്ച് കാണിക്കുകയാണ്. അത് ലൈവായിട്ട് ഞാൻ തുടച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഗ്ലോ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ ആദ്യം ഇൻട്രോ പറഞ്ഞപ്പോൾ ഉള്ള ആ സ്കിന്നും ആ ഡൾനെസ് തന്നെയാണോ എൻ്റെ മുഖത്തുള്ളത്, അതോ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഇത് തുടച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലതായിട്ട് ഗ്ലോ ആയിട്ടുണ്ടായിരുന്നു സ്കിന്ന്. അത് മാത്രമല്ല ഒരു 2-3 ഷെയ്ഡോളം നമുക്ക് നല്ലതായിട്ട് കളർ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും പോകണം, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒരു 30 മിനിറ്റൊക്കെ ഇരിക്കത്തക്ക രീതിയിൽ നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലതായിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടും കേട്ടോ. നല്ല ഇതുണ്ട്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിനെ അത് നന്നായിട്ട് അതങ്ങ് നല്ല രസമായിരിക്കും. സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. പിന്നെ ഇത് നമുക്ക് ഡെയിലി തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുണ്ടാക്കി കുറേ നേരം വെക്കുകയൊന്നും വേണ്ട കേട്ടോ. ഓറഞ്ച് ജ്യൂസൊക്കെ ഡയറക്റ്റ് ആയിട്ട് അന്നേരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ജ്യൂസ് എടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കിപ്പോൾ 2 കയ്യിലും കാലിലും ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ജ്യൂസ് എടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഈ എടുക്കുന്ന പയറുപൊടി, ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കടലമാവോ, അന്നേരം നമ്മുടെ ബ്രൂ ഒക്കെ ആണെങ്കിലും അത് കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വെയിൽ കൊള്ളാനായിട്ട് പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ വൈകിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സ്കിന്നിൽ വെയിലും കരിവാളിപ്പൊന്നും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ, അടിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിൽ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് ഇട്ട് കഴുകണമെന്നൊന്നുമില്ല കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിക്കുക ഒന്നും ചെയ്യണ്ട. മുഖം നല്ല ഫ്രഷായിട്ടിരിക്കും. നമുക്കെന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പിറ്റേ ദിവസം ഇത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പേ വേണമെങ്കിൽ ചെയ്യാം, അടുപ്പിച്ച് വേണമെങ്കിൽ ഇപ്പോൾ 2 ദിവസം വേണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഓറഞ്ച് ജ്യൂസ് ഒരു ഭയങ്കര അടിപൊളി സാധനമാണ്. നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ടും ഗ്ലോ തരാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇനി ഓറഞ്ച് ജ്യൂസ് മാത്രം നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് നോക്ക്. നമ്മൾ ഒരു പറയാൻ പറ്റാത്ത, എന്താ പറയുക, അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഗ്ലോ കിട്ടും. ഡെയിലി ഉപയോഗിച്ചാൽ മതി. നമ്മൾ അന്നേരത്തേക്ക് ഓരോ ദിവസത്തേക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത്രയും നേരം വെച്ചിരുന്നാൽ മതി. അടിപൊളി സംഭവമാണ്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കണം കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.